ഈ രണ്ടാം പ്രാവശ്യവും നിങ്ങളുടെ സമീപത്ത് നിങ്ങളോടുകൂടെ കടന്നു വരുവാൻ ദൈവം സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് ഉൾപ്പെടെയുള്ള ദൈവദാസന്മാര് ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഒന്നാമത് യേശുക്രിസ്തുവിനും രണ്ടാമത് സഭയ്ക്കും. ഈ രണ്ട് കാര്യങ്ങളുടെ ഇടയിലും ഒന്നുമില്ലായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളെ കൂടാതെ കൂടുതലായിട്ടും ഒന്നുമില്ലായിരുന്നു. 30 33 വ്യത്യാസമുണ്ട് പറച്ചിലിൽ. അത്രയും വർഷത്തെ അദ്ദേഹത്തിന്റെ മിഷണറി വേല ഈ രണ്ട് കാര്യങ്ങളെ ഉന്നമിച്ചുകൊണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ തന്റെ കാഴ്ചപ്പാട് പറയുമ്പോൾ തന്നെ അതുപോലെ തന്നെ ദൈവസഭയോടും അദ്ദേഹത്തിനുള്ള കാഴ്ചപ്പാട് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കർത്താവിങ്കലേക്ക് വന്നിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. ദൈവവേലയ്ക്ക് വേർതിരിഞ്ഞിട്ടും വർഷങ്ങൾ പലത് കഴിഞ്ഞു. ജീവിതത്തിൽ എപ്പോഴും എൻ്റെ പ്രസംഗ വിഷയമെന്ന് പറയുന്നത് ഇത് രണ്ടും തന്നെയാണ്: യേശുക്രിസ്തുവും അവിടുത്തെ സഭയും. കുടുംബത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ദൈവസഭ. കാരണം ഇത് രണ്ടും സ്ഥാപിതമായിരിക്കുന്നത് ദൈവത്താലാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ കുടുംബത്തിന്റെ സ്ഥാപനത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ആ കുടുംബത്തിന് കൊടുക്കേണ്ട പ്രഥമ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള നിരവധി പഠനങ്ങളും സമ്മേളനങ്ങളും ഒക്കെ നമ്മൾ നടത്താറുമുണ്ട്. എന്നാൽ എവിടെയോ എങ്ങനെയോ മറന്നുപോകുന്ന ഒരു വസ്തുതയുണ്ട്. അതുപോലെ തന്നെ ദൈവം സ്ഥാപിച്ച സഭയോടുള്ള ബന്ധത്തിൽ ഒരാരാധന എന്നതൊഴിച്ചാൽ നമ്മളുടെ താല്പര്യങ്ങൾ കുടുംബത്തെക്കാൾ കുറവാണെന്നുള്ളതാണ് എൻ്റെ ഇക്കാലം അത്രയുമുള്ള സഞ്ചാരത്തിലൂടെയും അനേക സഭകളുമായിട്ടുള്ള ബന്ധത്തിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബം സ്ഥാപിക്കാൻ യേശു മരിച്ചൊന്നുമില്ലായിരുന്നു. കുടുംബം സ്ഥാപിക്കാൻ നാം അറിയുന്നത് പോലെ ആദമന് ഒരു ഗാഠനിദ്ര കൊടുത്തു വാരിയെല്ലിൽ ഒന്നെടുത്ത് മാംസം പിടിപ്പിച്ച് സ്ത്രീയാക്കി അങ്ങനെ അവളെ ആദാമിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. എന്നാൽ സഭയുണ്ടാകാൻ വേണ്ടി അതല്ലല്ലോ ചെയ്തത്. കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ സമയം കുറച്ചെടുത്തും കൂടുതലെടുത്തും ഒരുപാട് കാര്യങ്ങൾ നാം ഇവിടെ വിവരിച്ച് കേൾക്കുകയുണ്ടായി. ഒരു പുരുഷായുസ് മുഴുവൻ വിവരിച്ച് കേൾപ്പിച്ചാലും യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ, വ്യഥകളെ ഏതു ഭാഷകളിലാണേലും വർണ്ണിച്ചു തീർക്കുവാൻ കഴിയുന്നതിനേക്കാൾ അതീതമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാട്ടുപുസ്തകത്തിൽ ഇങ്ങനെയൊരു പാട്ടുണ്ട്. പാടാൻ അല്പം ബുദ്ധിമുട്ടുള്ള പാട്ടായതുകൊണ്ട് പലയിടത്തും അത് പാടാറില്ല. അതിന്റെ ഒരു 1-2 ലൈൻ ഇങ്ങനെയാണ്: വർണ്ണ്യമല്ല ദേവ തവ ദണ്ഡനങ്ങൾ ഭൂഭാഷയിൽ, പൂർണമായി ഗ്രഹിപ്പാനും ഈ മണ്ണിലില്ലേ ആരും ദൃഢം, ചുംബിച്ചിടുന്നു നിൻ മുറിവുകളെ. ലോകത്തിന്റെ ഏതൊരു ഭാഷകളിൽ ആ കഷ്ടങ്ങൾ വർണ്ണിക്കാൻ ശ്രമിച്ചാലും മനുഷ്യൻ പരാജയപ്പെടുന്നതല്ലാതെ വർണ്ണിച്ചു തീർക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് ആകെ ചെയ്യാൻ കഴിയുന്നത് ചുംബിച്ചിടുന്നു നീ മുറിവുകളെ എന്നാണ്. അങ്ങനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായി തീർന്നുകൊണ്ടാണ് ദൈവസഭയ്ക്ക് അവിടുന്ന് രൂപം കൊടുത്തത്.
അതെത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നാം മനസ്സിലാക്കണം. ഇനി അവിടുന്ന് വരാൻ പോകുന്നതും ദൈവസഭയ്ക്ക് വേണ്ടിയാണെന്ന് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടുമിരിക്കുന്നവരാണ്. അതുകൊണ്ട് സഭയോടുള്ള ബന്ധത്തിൽ പൗലോസിന് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുണ്ടായ അതേ കാഴ്ചപ്പാട് തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം സഭ ശരീരവും ക്രിസ്തു തലയുമാണല്ലോ. തലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ ശരീരത്തിനും പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. തലയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ ആ തല കൊണ്ട് പിന്നെന്താണ് പ്രയോജനം? തലയും ശരീരവും തമ്മില് പൂരകങ്ങളാണ്, പരസ്പര പൂരകങ്ങളാണ്. അവ തമ്മിൽ വേർതിരിക്കാനാവാത്ത ബന്ധമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓർപ്പിച്ചത്, ഞാൻ ക്ഷണിക്കപ്പെട്ടു എന്ന് പറയാൻ ആളല്ല. ഇവിടെ അങ്ങനെയാണ് മോൻ പ്രസ്താവിച്ചത്. കൺവെൻഷന് വരുന്നു, സത്യരാജ് ബ്രദർ വിളിച്ചു, വരുമ്പോൾ തിരുമലയിൽ കൂടണം എന്ന് പറഞ്ഞു. നിങ്ങൾ തന്ന ആ പ്രവേശനത്തിന് ഞാൻ വളരെ സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ എൻ്റെ ഒരു മനസ്സിൽ എവിടെ പോയാലും ക്രിസ്തുവിനോടും സഭയോടും വിശ്വാസികളെ എനിക്ക് ദൈവം തന്ന ആലോചനകളിലൂടെ ചേർത്ത് നിർത്താൻ കഴിയുന്നെങ്കിൽ അതാണ് വലിയ കാര്യം. ദൈവം അതിനെ ഇന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോസ്തലനായ പൗലോസിന് സഭയെക്കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാടൊക്കെ വളരെ വലുതാണ്. നമ്മൾ കാണുന്നതിനേക്കാളൊക്കെ വലിയ കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം സഭയെ ഉപദ്രവിച്ച് നടന്ന മനുഷ്യനായിരുന്നു. മുച്ചൂടും മുടിച്ചു കളയുവാൻ ഇറങ്ങിത്തിരിച്ച മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവത്താൽ പിടിക്കപ്പെട്ടപ്പോൾ ഏതൊരു സഭയെ അദ്ദേഹം മുടിക്കാൻ ശ്രമിച്ചോ ആ സഭയെ പണിയുവാനായിട്ട് അദ്ദേഹം തുടങ്ങി. അതുകൊണ്ട് ഈ സഭയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രമോദം തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. താൻ അനുഭവിച്ച കഷ്ടതകളെ കുറിച്ചൊക്കെ ഒന്ന് കേട്ടാട്ട്, അല്ലെങ്കിൽ ഒന്ന് വായിച്ചാട്ട്, ഇതെല്ലാം സഭയ്ക്ക് വേണ്ടിയാണ്. അദ്ദേഹം 2-3 സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറയുന്നു ക്രിസ്തുവിന് വേണ്ടിയ കഷ്ടങ്ങൾ. മറ്റു ചിലടത്ത് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടം അനുഭവിച്ചു. ഇവ തമ്മിലൊന്ന് ചേർത്ത് ചിന്തിക്കുന്നത് വളരെ നല്ലതാ. യുവതിയുവാക്കളും പ്രായമുള്ളവരും ഒക്കെ ഉണ്ടല്ലോ. ക്രിസ്തുവിന് വേണ്ടി അദ്ദേഹം കഷ്ടം അനുഭവിച്ചത് പറയുന്നുണ്ട്. പിന്നെ പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന കഷ്ടം. കൊലോസ്യരോട് 1-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുമ്പോൾ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് അവന്റെ ശരീരത്തിനു വേണ്ടി എന്റെ ജഡത്തിൽ പൂരിപ്പിക്കുന്നുവെന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കുറവായിരുന്നോ? അല്ലല്ലോ. കഷ്ടങ്ങൾ തികഞ്ഞവനെന്നല്ലേ നമ്മൾ വായിക്കുന്നത്. പിന്നെന്താണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത്? ഇത്രയേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. യേശുവിന്റെ കഷ്ടം സഭയുടെ വീണ്ടെടുപ്പിനു വേണ്ടിയായിരുന്നു. ഇന്ന് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ യേശു ഇവിടെ ഇല്ല. യേശുവിന് 2 കാലുകൾ വേണം, 2 കൈകൾ വേണം, 2 കണ്ണുകൾ വേണം, 1 നാവ് വേണം, 2 ചെവികൾ വേണം. അത് നമ്മുടേതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സഭയുടെ വീണ്ടെടുപ്പിനു വേണ്ടി അവിടുന്ന് കഷ്ടം അനുഭവിച്ചത് അതിന്റെ പൂർണ്ണതയിലായിരിക്കുമ്പോൾ തന്നെ ആ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കേണ്ടത് ഈ കസേറയിൽ ഇരിക്കുന്ന ഓരോ സഹോദരീ സഹോദരന്മാരുമാണ്. അതുകൊണ്ട് സഭയുടെ പ്രാധാന്യം മറക്കാൻ പാടില്ല. അദ്ദേഹത്തിന് ഈ സഭയെക്കുറിച്ചുണ്ടായിരുന്ന ഉന്നതമായ 3 കാഴ്ചപ്പാട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം, വേഗത്തിൽ കൊണ്ടുവരാം. ഞാനിപ്പോൾ പഴയതുപോലൊന്നുമല്ല, സമയങ്ങൾ പാലിക്കുന്നയാളാണ്. അത് ഈ വയസ്സായതിന്റെ ഒരു ഗുണവും കൂടിയായിരിക്കും. അപ്പോൾ ഈ പൗലോസിന് സഭയോടുണ്ടായിരുന്ന അനുഗ്രഹിക്കപ്പെട്ട 3 കാഴ്ചപ്പാടുകൾ അദ്ദേഹം തന്റെ ലേഖനത്തിൽ, മറ്റൊരു ലേഖനത്തിലല്ല, അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യം ഒന്ന് ഓർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുമ്പോൾ പ്രാദേശിക സഭകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ദൈവത്തിന്റെ സഭകൾ എന്നാണ്. വാസ്തവത്തിൽ ഓർക്കണം,
മറ്റേതൊരു അപ്പോസ്തലന്മാരെക്കാൾ അധികം സഭകൾ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. എവിടെയെങ്കിലും ഒരിടത്തു പോലും എന്റെ സഭകളെന്നോ എന്റെ സഭയെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ സഭകൾ. ഞാൻ ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഓരോ പ്രാദേശിക സഭകളെ കുറിച്ചും അദ്ദേഹത്തിനുണ്ടായിരുന്ന ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ഓരോ സ്ഥലം സഭയും ദൈവത്തിന്റെ സഭയായിരുന്നു. എങ്കിൽ ഞാൻ ഇന്നിങ്ങനെ പറയട്ടെ, ഈ തിരുമലയിൽ കൂടി വരുന്ന ദൈവമക്കൾ കൂടുന്ന ഈ സഭ ദൈവത്തിന്റെ സഭയാണ്. ഇവിടെയുള്ള ആരുടെയും സഭയല്ലെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഇവിടെയുള്ളവർക്കുണ്ട്. കാരണം വിവരവും ബോധവും ഉള്ളവരാണല്ലോ ഈ സഭയിൽ കൂടി വരുന്നവര്. അവർക്ക് ആ തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ഇത് ദൈവസഭയാണ്, ദൈവത്തിന്റെ സഭകൾ. ആ ദൈവത്തിന്റെ സഭകളോട് ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്, ഈ ദൈവസഭയെ കുറിച്ച് പൗലോസിന്റെ മറ്റൊരു കാഴ്ചപ്പാട് റോമാലേഖനം 16-ാം അധ്യായം 16-ാം വാക്യത്തിലാണ്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ക്രിസ്തുവിന്റെ സഭകൾ എന്നാണ് അവിടെ പറയുന്നത്. ക്രിസ്തുവിന്റെ സഭകൾ. അപ്പോൾ ഇത് ദൈവത്തിന്റെ സഭകളാണ്, ക്രിസ്തുവിന്റെ സഭകളാണ്. നോക്കണം, ഇവിടെ ഇരിക്കുന്ന ഓരോ കൊച്ചുകുട്ടികൾ പോലും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയോടുള്ള നിങ്ങളുടെ അടുപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കണം, അകലം കുറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നാം ഉൾപ്പെട്ടു നിൽക്കുന്നത് ദൈവത്തിന്റെ സഭയാണ്. രണ്ടാമത് ക്രിസ്തുവിന്റെ സഭ. അതൊക്കെ വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത്, ഈ സഭയുടെ മറ്റൊരു കാര്യം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം അതിന്റെ 34-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് വിശുദ്ധന്മാരുടെ സഭകൾ എന്നാണ്. ഈ സഭകളുടെ സ്വഭാവത്തെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുക. അപ്പോൾ ഇത് ദൈവത്തിന്റെ സഭകളാണ്, ക്രിസ്തുവിന്റെ സഭകളാണ്, വിശുദ്ധന്മാരുടെ സഭകളാണ്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആരാധിക്കുന്ന യുവതി യുവാക്കളോട്, സഹോദരി സഹോദരന്മാരോട്, പ്രായമുള്ളവരോടൊക്കെ ഞാൻ പറയുക, യേശു ക്രിസ്തുവിനോടൊപ്പം ചേർത്ത് ചിന്തിക്കേണ്ടതാണ് അവിടുത്തെ സഭ. ആ സഭയെ ചേർക്കാനാണല്ലോ അവിടുന്ന് വരുന്നത്. അത് രണ്ടാമത്തെ ഒരു സ്ഥാനമായി സഭയെ കാണരുത് എന്നുള്ളത് ഈ വാക്കുകളിലൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതേ പൗലോസ് സ്ഥലം സഭയോടുള്ള ബന്ധത്തിലെ അദ്ദേഹത്തിന്റെ താല്പര്യത്തെ വെളിപ്പെടുത്തുന്ന ഒരധ്യായമാണ് 2 കൊരിന്ത്യർ 11-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അത് മുഴുവനായിട്ട് വായിക്കാനോ അത് വിശദീകരിപ്പാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം 11:30 വരെ എടുക്കണമെന്ന് പറഞ്ഞു. 11:25 ആകുമ്പോൾ ഞാൻ ഈ പ്രസംഗം നിർത്തും. പിന്നെ നമുക്ക് ചായ കുടിക്കാൻ പാ. ഞാൻ അധികം വായിപ്പിക്കാറില്ല. ഇപ്പോൾ പണ്ടൊക്കെയാണ് ഒരുപാട് വായിപ്പിക്കുമാറ്. ഇപ്പൊ അങ്ങനെ വായിപ്പിക്കാറില്ല. അതൊക്കെ ഒരു പഴഞ്ചൻ രീതിയാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വായീരെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കാതെ അതൊക്കെ ഹൃദയസ്ഥമാക്കുകയോ അല്ലെങ്കിൽ ഒരു കടലാസിൽ എഴുതി വെച്ചുകൊണ്ട് വന്നാൽ അതങ്ങ് സമയം ലാഭിക്കാം. ഒരുപാട് സമയം അതിനു വേണ്ടി, വായനയ്ക്ക് വേണ്ടി തന്നെ കളയേണ്ട കാര്യമില്ല. ചിലപ്പോൾ ചില ഞായറാഴ്ചകളിൽ ഒരു വായനാ വാരം തന്നെയായി പോകാറുണ്ട് ചില സഭകളിൽ. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ പോകാതെ ഈ കാര്യങ്ങൾ വേഗത്തിൽ അങ്ങ് പറയുകയാണ്. അപ്പൊ ഈ 2 കൊരിന്ത്യർ ഇതെല്ലാം എന്നോട് സംസാരിച്ച കാര്യം. ഈ ഡിക്ഷണറിയിൽ നിന്നൊന്നും എടുത്തതല്ല. ഡിക്ഷണറിയിൽ നിന്നൊക്കെ ഞാൻ എടുക്കും, പക്ഷെ ഇതൊന്നും അങ്ങനെ എടുക്കുന്നതല്ല. അപ്പൻ എന്നോട് പറയുന്നത് ഞാൻ ജനത്തോട് പറയുകയാണ്. ഈ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ സ്ഥലം സഭയോടുള്ള കൊരിന്ത്യ ലേഖനം സ്ഥലം സഭയുടെ. അപ്പൊ ഈ സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന്റെ ഒരു 4 താല്പര്യം അവിടെ പറയുന്നുണ്ട്. അതാദ്യം ഒന്ന് പറഞ്ഞിട്ട് അല്പം ഒന്ന് വിശദീകരിക്കാം. ഒന്നാമത് അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിലെ ക്രമം എങ്ങനെയാണെന്ന് ഇംഗ്ലീഷിലെ ക്രമം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മലയാളം ബൈബിളിന്റെ ക്രമം അനുസരിച്ചാണ് ഇവിടെ പറയുന്നത്. അതിന്റെ 2-ാം വാക്യത്തില് ദൈവസഭയ്ക്ക് വേണ്ടി, സ്ഥലം സഭയ്ക്ക് വേണ്ടി പൗലോസ് എരിയുന്നതായിട്ട് അവിടെ വായിക്കുന്നുണ്ട്. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതെല്ലാം മലയാള ക്രമത്തിലാണ് പറയുന്നത്. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സഭയെ ഓർത്ത് ഭയപ്പെടുന്നതായി പൗലോസ് അവിടെ പറയുന്നു. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സഭയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തുന്നതായി പൗലോസ് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ
സഭയെക്കുറിച്ച് ചിന്താഭാരപ്പെടുന്നതായിട്ട് പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഒന്നും ഓർത്തില്ലേലും ഈ 4 കാര്യങ്ങൾ ഓർക്കേണ്ടതിന് ഞാൻ ഇങ്ങനെ പറയുകയാണ്. 1, സഭയ്ക്ക് വേണ്ടി എരിയുന്ന ഒരു പൗലോസ്. 2, സഭയെ ഓർത്ത് ഭയപ്പെടുന്ന ഒരു പൗലോസ്. 3, സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തുന്ന ഒരു പൗലോസ്. 4, സഭയെക്കുറിച്ച് ചിന്താഭാരമുള്ള ഒരു പൗലോസ്. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളിൽ ഒരുവനായി നിങ്ങളുടെ സമീപത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞ 48-ലധികം വർഷങ്ങൾ കർത്താവിന്റെ വേലയോടും ദൈവസഭയോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എൻ്റെ ചങ്കിനകത്തു എന്ന് പറയുകയാണ്, ഈ 4 താല്പര്യം നമുക്ക് ദൈവസഭയോടുള്ള ബന്ധത്തില് ഉണ്ടായിരിക്കണം. അതിന്റെ അപ്പുറമായി ഒരു താല്പര്യവും നമുക്ക് വേണ്ട. നമുക്ക് ആർക്കും സഭയിൽ ആളാകണ്ട. എന്നെ ആളാകാനാ? 10, 50, 60 പേരോ കൂടുന്നിടത്ത് ഒരാളെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. എന്നാൽ ഞങ്ങളുടെ മണർകാട് യാക്കോബ് പള്ളിയിലെ ട്രസ്റ്റിയാന്ന് പറഞ്ഞാൽ അതിനൊരു ഗമയുണ്ട്. കാരണം അത് വലിയ പള്ളിയാണ്. മനസ്സിലായില്ലേ? ഇത് 10, 50 പേര് കൂടുന്നിടത്ത് ഞാനാണ് അവിടുത്തെ. അതിനെന്നെ ഇപ്പൊ താനാണല്ലോ എന്നെ. ഞാൻ പറഞ്ഞത് സ്ഥാനമാനത്തിനൊന്നുമല്ല പ്രസക്തിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. നല്ല പാട്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആക്ഷനും ആ കയ്യടിയും ഓരോരുത്തന്മാര് ഏതെല്ലാം ഫാഷനിലാ കയ്യടിച്ചതെന്നറിയുമ്പോൾ ഞാൻ അതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞുങ്ങളുടെ താല്പര്യവും സന്തോഷവും ഒക്കെ എന്നെ വളരെ ഉത്സാഹപ്പെടുത്തി. ഞാൻ അതൊക്കെ കൗതുകപൂർവ്വം ആസ്വദിക്കുന്നയാളാണ്, അല്ലാതെ ഒരു മൂരാച്ചി ഉപദേശിയൊന്നുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമുക്കിനിയും പ്രാർത്ഥനാപൂർവം വിഷയത്തിലേക്ക് വരാം. നമ്മുടെ കണ്ണുകൾ നിറയട്ടെ. ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, വചനത്തിന്റെ മുൻപില് നമ്മുടെ ഹൃദയം നനഞ്ഞിരിക്കണം, കണ്ണുകളും നനഞ്ഞിരിക്കണം. അങ്ങനെ നനയുന്ന ഒരനുഭവമുള്ള ഒരു മനുഷ്യനാ ഞാന്. അതുകൊണ്ട് ദൈവവചനം കണ്ണു നിറഞ്ഞു തന്നെ പറയാൻ ദൈവം എന്നെ കാലങ്ങളായി ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ. 1, സഭയ്ക്ക് വേണ്ടി എരിയുന്ന പൗലോസ്. 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെരിയുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ തീഷ്ണതപ്പെടുന്നുവെന്നാണ്. അപ്പൊ ദൈവം എങ്ങനെയാണോ ദൈവസഭയ്ക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായിരിക്കുന്നോ, പൗലോസ് അതിൽ നിന്ന് 1% പോലും കുറയാതെ സഭയ്ക്ക് വേണ്ടി അയാളും തീഷ്ണതപ്പെടുകയാണ്. വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് ഒപ്പിയെടുക്കാം നമ്മുടെ മനസ്സിലേക്ക്. വലിയവനായ ദൈവം സഭയ്ക്ക് വേണ്ടി രക്തം തന്ന, സഭയെ വീണ്ടെടുത്ത, സഭയുടെ ഉടമസ്ഥനായ ദൈവം അവിടുത്തെ സഭയ്ക്ക് വേണ്ടി എത്രമാത്രം എരിവുള്ളവനായിരിക്കുന്നുവോ, അതേ എരിവ് 1% പോലും കുറയാതെ ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കണമെന്ന് പൗലോസിന്റെ താല്പര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തിനാണ് ഈ എരിവെന്ന് അവിടെ പറയുന്നുണ്ട്. ആ 2-ാം വാക്യത്തിൽ തന്നെ, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ദൈവസഭ എന്ന് പറയുന്നത് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ചാടാനുള്ള സാധ്യത ഉണ്ട്. നമുക്കറിയാം, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ചില പെൺപിള്ളേര് മുൻപ് ആരെ സ്നേഹിച്ചോ അവന്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവും. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വലിയ കാര്യത്തിൽ പോയി ഒരു സ്ഥലമൊന്നും പറയത്തില്ല, ഇനി എനിക്ക് അവിടെ പോകേണ്ടതാ. അതുകൊണ്ട് ആ സ്ഥലത്ത് പോയി ഒരു എൻഗേജ്മെന്റിന് പ്രസംഗിച്ചു. വളരെ വെളുപ്പിനെ എഴുന്നേറ്റ് പോയത്. ഇപ്പോഴും അല്ല, 3-4 വർഷമായി. അവിടെ ചെന്ന് നല്ലൊരു മെസ്സേജൊക്കെ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് നിശ്ചയത്തെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കുറെ ദിവസം കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു സഹോദരനെ എവിടെ വെച്ച് കണ്ടിട്ട് ചോദിച്ചു, പിള്ളേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ, സന്തോഷമായിരുന്നോ? അന്നേരം എന്നോട് പറയാ, എന്നാ സന്തോഷം, വിവാഹ നിശ്ചയം നടത്തിയതിന്റെ പിറ്റേ ദിവസം അവള് മുൻപ് ആരുമായിട്ടോ ബന്ധമായിരുന്നു, അവനുമായിട്ട് അങ്ങ് പോയെന്ന് പറഞ്ഞു. അത് നമ്മുടെ സഭയിലെ കാര്യമാണ്. നിങ്ങളാരും അത് ചെയ്യത്തില്ല. ഇത് കേട്ടിട്ട് എന്നാ എനിക്കും ഒന്ന് പരീക്ഷിക്കാമെന്ന് ആരും വിചാരിക്കുകയല്ല. എനിക്കറിയാം, കാര്യം നല്ല അഭ്യസനം കിട്ടുന്ന ഒരു സഭയാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താന്ന് ചോദിച്ചാൽ, പൗലോസ് അതാണ് എരിയുന്നത്. ക്രിസ്തു വന്ന ഏക പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുക. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഒരു കല്യാണമുണ്ട്.
അതാണ് വെളിപ്പാട് പുസ്തകം 19 നമ്മൾ വായിക്കുന്നത്. എത്ര കാലം കാത്തു നിൽക്കണമെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടൊരു വല്ലാത്ത ലോകത്തിലാണ് ഈ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കന്യക പാർത്തുകൊണ്ടിരിക്കുന്നത്. അവളെ പ്രലോഭിപ്പിക്കാനും ആകർഷിക്കാനും ലോകമയത്വത്തിലേക്കൊക്കെ കൊണ്ടുപോകാനുമുള്ള സാധ്യത ഈ ലോകത്തുണ്ടെന്നുള്ളത് പൗലോസിനറിയാം. അത് ഞാൻ പിന്നെ വരുന്നുണ്ട്. പൗലോസിനറിയാം. അതുകൊണ്ട് പൗലോസ് അവരെ ഓർത്ത് എരിയുകയാണ്. അവരെ വിശുദ്ധിയിലും വേർപാടിലും നിർത്തേണ്ടതിന് പൗലോസ് എരിയുകയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ മാർഗത്തിലൂടെ സഭ ചരിച്ചു പോകേണ്ടതിനായിട്ട് പൗലോസ് അവർക്ക് വേണ്ടി എരിയുകയാണ്. ഞാൻ ഇവിടെ ഒരു സെമിക്കോളം കൊടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായിട്ടും ഈ പറയുന്ന എന്നോടുമായിട്ടും ഒരു ചോദ്യം ചോദിക്കുക. സഭയ്ക്ക് വേണ്ടി എരിയുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? സഭയ്ക്ക് വേണ്ടി ഇവിടെ എരിയുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിൽ ചിലർ ഭയങ്കര എരിവുള്ളവരാ. നമുക്ക് ചില എരിവ് ഇങ്ങോട്ട് വന്നാ പിടിച്ചാൽ നിൽക്കത്തില്ല. അങ്ങനെ ചില എരിവുകാരുണ്ട്. പൗലോസ് അവരെ കുറിച്ച് പറയുന്ന ഒരു വാക്യം ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഗലാത്യർ 4:17. അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെ കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളയുവാൻ അത്ര. ഇത് ന്യായപ്രമാണത്തോട് ബന്ധപ്പെട്ട് പറയുന്ന ന്യായപ്രമാണവാദികളെ കുറിച്ച് പറയുക. അവിടെ എന്താണ് പറയുന്നത്? അവർ നിങ്ങളെ കുറിച്ച് എന്ത് കാണിക്കുന്നു? ഭയങ്കര എരിവ് കാണിക്കുന്നു. എന്നിട്ട് അവിടെ പറയുകയാണ് അത് ഗുണത്തിനായിട്ടൊന്നും അല്ല. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ഇടയിലുണ്ട് നിസ്സാര കാര്യത്തിന് ഭയങ്കര എരിവെന്ന് പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതങ്ങ് 2-3 ആകുമെന്നേ. 2-3 ആകും. സഭയങ്ങ് പെരുക്കുക പിന്നെ ചെയ്യുന്നത്. കാരണം എന്താ? എരിവങ്ങോട്ട് കയറിയെന്നേ. ഇവിടെ പൗലോസ് പറയുക പലരുടെയും എരിവ്, ഈ സഭയിൽ കാണിക്കുന്ന എരിവുണ്ടല്ലോ, പലരുടെയും എരിവ് സഭയുടെ ഗുണത്തിനു വേണ്ടിയുള്ളതല്ല. സഭയെ നശിപ്പിക്കാനുള്ള എരിവ, സഭയെ തകർക്കാനുള്ള എരിവ, സഭയെ മുരടിപ്പിക്കാനുള്ള എരിവ, സഭയെ നിഷ്ഫലമാക്കാനുള്ള എരിവ. ആ എരിവ് നമുക്ക് വേണ്ട. പൗലോസിന്റെ എരിവെന്ന് പറയുന്നത് സഭയുടെ ഗുണത്തിനു വേണ്ടിയുള്ള എരിവ. ഇനി ആ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് നോക്കിയേ. 18-ാം വാക്യം അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നല്ലത്. ഈ വാക്യമൊക്കെ നേരത്തെ കണ്ടവരും ഇവിടെ ഇരിപ്പുണ്ട്, ആദ്യമായി കാണുന്നവരും കേൾക്കുന്നവരും ഇവിടെ ഇരിപ്പുണ്ട്. കാര്യം ഗലാത്യ ലേഖനം സ്ഥിരം വായിക്കുന്നവരായതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? എല്ലായ്പ്പോഴും നല്ല കാര്യത്തിന് എരിവ് കാണിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് വിഷയം, സഹോദരീ സഹോദരന്മാർ ഓർക്കണം, സഭയെ നശിപ്പിക്കുന്ന, സഭയുടെ ഗുണത്തെ നഷ്ടപ്പെടുത്തുന്ന എരിവല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എരിവ് വേണ്ടത് സഭയ്ക്ക് വേണ്ടിയുള്ള നല്ല കാര്യത്തിന്. സ്തോത്രം. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സഭയുടെ ഫലത്തിന് വേണ്ടി, സഭയുടെ ഔന്നത്യത്തിന് വേണ്ടിയുള്ള എരിവ് നമ്മൾ കാണിക്കണം. അതാര് കാണിക്കുന്നു? യേശു കാണിക്കുന്നു. ആ യേശുവിന്റെ എരിവായിരിക്കണം നമുക്കുള്ളത്. ഇപ്പൊ യേശു നടന്നതുപോലെ നടക്കണമെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ടില്ലേ? അവൻ നടന്നതുപോലെ അതെന്തോ നടക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് യേശു സഭയോടുള്ള ബന്ധത്തിൽ, വ്യക്തികളോടുള്ള ബന്ധത്തിൽ, തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണോ നടന്നത്, അങ്ങനെ നടക്കുന്നതിനെയാണ് അവൻ നടന്നതുപോലെ നടക്കണം. അവൻ സഭയെക്കുറിച്ച് എരിവുള്ളവനായി നടക്കുന്നെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, നമ്മളും സഭയെക്കുറിച്ച് എരിവുള്ളവരായി നടക്കണം. മറ്റൊരു കാര്യം കൂടെ ഞാൻ വേഗത്തിൽ ഓർപ്പിച്ച് ആ ഭാഗം അങ്ങ് അവസാനിപ്പിക്കാം. അതായത് ഈ എരിയുമ്പോൾ എന്തോ സംഭവിക്കും. ഈ എരിവ് നമ്മളെ എന്താക്കി മാറ്റുമെന്നറിയാമോ? അതിനൊക്കെ വചനമുണ്ട്, ചുമ്മാതല്ല. എന്നോട് പറഞ്ഞപ്പോ മുതൽ ഈ ധ്യാനവും കരച്ചിലും പറച്ചിലും ഒക്കെയാ ദൈവത്തോട്. ഈ എരിഞ്ഞാലുള്ള കുഴപ്പം എന്നാന്നറിയാമോ നിങ്ങൾക്ക്? അത് കേട്ടിട്ട് മതി എരിയണോ വേണ്ടായോ എന്ന്. യേശു ശിഷ്യന്മാരെ ദൈവാലയം കാണിച്ചു. ദൈവാലയത്തിൽ ചെന്നപ്പോ 2 പ്രാവശ്യമാണ് അദ്ദേഹം ദൈവാലയം ശുദ്ധീകരിച്ചതായി നാം വായിക്കുന്നുണ്ട്. ആദ്യത്തെ ശുദ്ധീകരണമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്ന ശുദ്ധീകരണം. അപ്പോൾ ആ ശുദ്ധീകരണത്തിന് അവിടെ ചെന്ന് അതിനുശേഷം ചെയ്തതുപോലെ തന്നെ ആ ദൈവാലയത്തിൽ പെരുമാറുന്നതായി നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ ഒരു കാര്യം ഓർത്തു. എന്താ ഓർത്തത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ശിഷ്യന്മാർ ഓർത്തത് ഓർക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ശിഷ്യന്മാർ ഒരു കാര്യം ഓർത്തു. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ്
എന്നെ തിന്നു കളഞ്ഞുവെന്ന് കർത്താവിന്റെ വാക്കുകളെ ഓർത്തു. ഇനി നിങ്ങൾ പറ, എരിവെന്ത് ചെയ്യും? എരിവെന്ത് ചെയ്യും? അയ്യോ, എരിവെന്ത് ചെയ്യും? തിന്നുകളയും. അതാണ്, ദൈവസഭയ്ക്ക് വേണ്ടി ഒരുവൻ എരിഞ്ഞാൽ ആ എരിവ് തിന്നുകളയും. ഇനി അടുത്ത ചോദ്യം, ആരെ തിന്നുകളയും? ആരെ തിന്നുകളയും? ഉണ്ടെന്നില്ലല്ലോ. ആരെ തിന്നുകളയും? അയ്യോ, നീ സമയമില്ലല്ലോ, ഞാനങ്ങ് പറയാം. അവനെ തിന്നുകളയും. ആരാണോ എരിയുന്നത് ആ എരിവ് എന്ത് ചെയ്യും? അവനെ തിന്നുകളയും. ഇന്ന് കുഴപ്പം എന്നാന്നറിയാമോ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സഭയ്ക്ക് ഗുണമല്ലാത്ത എരിവ് ചിലർക്കുണ്ടായി കഴിഞ്ഞാൽ ആ എരിവ് അവരെയല്ല തിന്നുന്നത്, പിന്നെ എന്തിനെ തിന്നും? എന്തിനെ തിന്നും? സഭയെ തിന്നുകളയും. സഭയെ തിന്നുകളെ. അങ്ങനെ സഭയെ തിന്നുന്ന കുറെ എരിവുകാരുണ്ട്. അവർ എരിവുകാരനായ ശീമോനൊന്നുമല്ല, അവർ സഭയെ തിന്നുകളയുന്ന കുറെ എരിവുകാരുണ്ട് നമ്മുടെ ഇടയിൽ. ആവശ്യമില്ല, ഞാൻ അതൊക്കെ വിവരിപ്പാൻ നമുക്ക് നേരമില്ല. ഉപദേശ സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമുള്ളതിന് അതിന് കടന്നുകൊണ്ട് പിടിച്ചു എടുത്തു എത്ര പേജസ് ആയി എഴുതി വിടുന്നെന്നറിയാമോ? സോഷ്യൽ മീഡിയയിലൂടെ അല്ലാത്തതിലൂടെ അങ്ങ് എടുത്ത് പിന്നെ എവിടെ ചെന്ന ഖണ്ഡനം. ഇത്രാം തീയതി ഇന്ന സമയത്ത് ഇത് സംബന്ധിച്ചുള്ള ഖണ്ഡനമുണ്ട്. ഈ സമയം കൊണ്ട് 2 ട്രാക്ട് എടുത്ത് വല്ല പാപികൾക്ക് കൊടുത്താല് അവനെങ്കിലും ഒന്ന് ഗുണപ്പെടുമെന്നുള്ളതായി എന്റെ അഭിപ്രായം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താന്ന് ചോദിച്ചാൽ, നേരായ മാർഗത്തിലൂടെ ദൈവസഭയ്ക്ക് വേണ്ടി എരിഞ്ഞാൽ ആ എരിവ് എരിയുന്നവനെ തിന്നുകളയും. സ്തോത്രം. ഞാനൊരു വസ്തുത പറയട്ടെ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പുറമേയുള്ളവൻ ക്ഷയിച്ചാലും. ഞാനത് ശരീരത്തോടും കൂടെ ബന്ധപ്പെട്ട് പറയാൻ പോവുക. അദ്ദേഹത്തിന്റെ ശരീരം വരെ ഞാന് പൗലോസിനെ കുറിച്ച് ഒന്നും വലിയ പഠനമൊന്നും ഇതിനകത്തു നിന്നുള്ള പഠനമേ നടത്തിയിട്ടുള്ളൂ. എന്നാൽ പൗലോസിനെ സംബന്ധിച്ച് കുറെ ഗ്രന്ഥങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഏക അഭിപ്രായത്തില പൗലോസിന്റെ ശരീരം സംബന്ധിച്ച്. വളരെ ക്ഷീണിച്ച, വലിയ ബലമില്ലാത്ത, വലിയ ആളത്വമില്ലാത്ത ശരീരമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ പുറകെ പോയതിന്റെയാ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ പൗലോസിന് സഭയ്ക്ക് വേണ്ടിയുള്ള എരിവുണ്ടല്ലോ, അദ്ദേഹത്തെ തിന്നു കളഞ്ഞു. ഇത് സാധിക്കണം നമുക്ക്. ഇവിടെ എൽഡേഴ്സ്, ഇവാഞ്ചലിസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവാഞ്ചലിസ്റ്റ്, ഡീക്കൻസ് എല്ലാവരും ഉണ്ടല്ലോ, സഹോദരിമാരും സഹോദരന്മാരും ഉണ്ടല്ലോ. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് എന്തായി തീരാൻ കഴിഞ്ഞിട്ടുണ്ട്? അത് ചിന്തിച്ചാൽ മതി. സഭയ്ക്ക് വേണ്ടി നമുക്ക് എന്തായി തീരാൻ കഴിഞ്ഞിട്ടുണ്ട്? ജെയിംസ് മറി സാറിന് അറിയാം, വടക്കൊരു സ്ഥലമുണ്ട്, നമ്മളെല്ലാം പോയിട്ടുള്ളതാണ്, ഞാനും പോയിട്ടുണ്ട്, നമ്മളെല്ലാം പോയിട്ടുണ്ട്. ഒരു വലിയ കൂട്ടം തന്നെ ആ സഭയിലുണ്ട്. എല്ലാം സാധാരണപ്പെട്ടവരാ, കൃഷിക്കാരാ. സമാഗമന കൂടാരത്തിന് ചുറ്റും കഴിയുന്നത് പോലാണ് ആ കുടുംബങ്ങളെല്ലാം കഴിയുന്നു. ഒന്ന് കൈയടിച്ചു വിളിച്ചാൽ എല്ലാവരും ഹോളിൽ വരും. അതിനകത്ത് നേതൃത്വം കൊടുക്കുന്ന ഒരു നല്ല സഹോദരനുണ്ട്, വലിയ കഷ്ടം സഹിക്കുന്ന സഹോദരനാ. അപ്പോൾ ഒരു ദിവസം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ സഹോദരനെ പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ നടന്ന കൺവെൻഷനിൽ വെച്ച് കണ്ടപ്പോ അദ്ദേഹം നേരത്തേതിനേക്കാൾ കുറെ കൂടെ ക്ഷീണിച്ച്, കവിളുമൊക്കെ, എന്റെ കവിള് പിന്നെ കൂട്ടിയതാണെങ്കിൽ പല്ലില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം ഉണ്ടായിട്ടും കവിളുമൊക്കെ ഇച്ചിരി കുട്ടി ക്ഷീണിച്ച് ഒക്കെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ബ്രദറെ, വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചിരിക്കുന്നല്ലോ, ഡയബറ്റിക് വല്ലതും ഉണ്ടോ? അങ്ങേര് പറഞ്ഞ വാക്ക് എന്റെ കണ്ണ് നിറച്ചു കഴിഞ്ഞു. എന്നറിയാള് പറഞ്ഞത്, എന്റെ ബ്രദറെ, എനിക്ക് ദൈവകൃപയാ, മറ്റു രോഗങ്ങളൊന്നും ഇല്ല. പിന്നെന്താ ഇങ്ങനെ ക്ഷീണിച്ചത്? ഒറ്റ വാക്കേ അയാള് പറഞ്ഞുള്ളൂ, ബ്രദറിനോടായിട്ട് പറയാ, സഭയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയായി. പ്രൈസ് ഗോഡ്. സഭയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയായി. സഭയ്ക്ക് വേണ്ടി എന്റെ കവിളൊട്ടി. സഭയ്ക്ക് വേണ്ടി ഞാൻ ഉറക്കഴിച്ചു. സഭയ്ക്ക് വേണ്ടി ഞാൻ ക്ഷീണിച്ചു. സഭയ്ക്ക് വേണ്ടി ഞാൻ വിശന്നു. സഭയ്ക്ക് വേണ്ടി ഞാൻ ദാഹിച്ചു. എത്ര പേർക്ക് നമുക്ക് പറയാൻ കഴിയും ഇത്? ഇവിടെ ഓൺലൈൻ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതൊരു ചെറിയ മീറ്റിംഗാണ്, സൺഡേ സ്കൂളിൽ. ഇത് എല്ലാ മീറ്റിങ്ങും ഇപ്പോൾ ഓൺലൈനിൽ ഇറങ്ങാൻ ഒറ്റ സഭയ്ക്കും കഴിഞ്ഞിട്ടില്ലെന്നേ, പല സഭകൾക്കും കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഓൺലൈനായി ഇഷ്ടം. ഓൺലൈൻ മതിയെന്നാ പറയുന്നത്. എന്നാ ഉത്സാഹത്തിലാ പറയുന്നത്. എന്നാ കാര്യമെന്നറിയാമോ? ഓൺലൈൻ വെച്ച് കഴിഞ്ഞാല് ആളവിടെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. മൈക്ക് ഓഫ് ചെയ്യും, പിന്നെ വീഡിയോ ഓഫ് ചെയ്യും, പേര് മാത്രം കാണും, ചാണ്ടപ്പിള്ള ഫിലിപ്പ്.
ചാണ്ടപ്പിള്ള ഫിലിപ്പ് പശുവിനെ കെട്ടാൻ പോയോ? പശു എരുത്തില്ലേ ചാണകം വാരാൻ പോയോ? അതോ ചാണ്ടപ്പിള്ള ഫിലിപ്പ് കുളിക്കാൻ പോയോ? അതോ ചാണ്ടപ്പിള്ള ഫിലിപ്പ് ചപ്പാത്തി തിന്നുകൊണ്ട് മുറി വഴി നടക്കുകയാണോ? ഒന്നും അറിയാൻ മനസ്സിലാകണം. ഞാൻ പറഞ്ഞത് ആർക്കും ഇപ്പോൾ വലിയ ഉത്സാഹമൊന്നുമില്ലെന്നേ, ഉത്സാഹമൊന്നുമില്ല. യേശു വരുമെന്നൊക്കെ പറഞ്ഞാണ് നടക്കുന്നത്. ആര് കണ്ടു സാറേ എത്ര എണ്ണം പോകുമെന്നുള്ളത്? ഞാൻ ഉള്ളതായി. കാരണം എന്റെ യേശു പറഞ്ഞു അവരെ ഫലം കൊണ്ട് എന്ത് ചെയ്യാ തിരിച്ചറിയാമെന്ന. പലതിനും ഫലമൊന്നും ഇല്ലെന്നേ, ഒരു ഫലവും ഇല്ല, ഇങ്ങനെ അങ്ങ് നടക്കുന്നു. പിന്നെ ഒരു ഗുണമുണ്ട്, ഒറ്റ ഞായറാഴ്ച അപ്പം നുറുക്കുന്ന കാര്യത്തില് മടി കാണിക്കുന്നതിൽ നോക്കിയ നിങ്ങൾ ഇത്രയും വർഷമായിട്ട് എത്ര കിലോ അപ്പം തിന്നു കാണും? അത് നിന്ന് എത്ര കിലോ അപ്പം, എത്ര കുപ്പി വീഞ്ഞു കുടിച്ചു കാണും? വല്ല ഗുണം വന്നിട്ടുണ്ടോ? ദൈവം നമ്മോട് സംസാരിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ ഉഴപ്പിത്തല്ലി പോകുന്ന ജീവിതമല്ല. കർത്താവ് നമ്മോട് ഇടപെടട്ടെ. അങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോയാൽ പറ്റുകയല്ലോ. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. രണ്ടാമത് അദ്ദേഹത്തിന്റെ സഭയെക്കുറിച്ചുള്ള താല്പര്യം പറയുന്നത് കേട്ടാട്ട് 3-ാം വാക്യത്തിലാണ്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകുമോ എന്ന് ഞാന് ഭയപ്പെടുക. അപ്പോൾ സഭയ്ക്ക് വേണ്ടി എരിയുന്ന അദ്ദേഹം ഇപ്പൊ പറയുക, ഞാൻ സഭയെ ഓർത്ത് എന്ത് ചെയ്യുക? ഭയപ്പെടുക. വലിയ ഭയമാണ്. സഭയെ ഓർത്ത് ഭയപ്പെടുന്ന ആളുകൾ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? സഭയിലുള്ള ചിലരെ ഓർത്ത് ഭയപ്പെടുന്ന പാർട്ടികൾ ഇവിടെ കാണുകയല്ല, പലയിടത്തും ഉണ്ട്. എന്നാന്നറിയാമോ? അയ്യോ അയാളോടൊന്നും ഒന്നും മിണ്ടാൻ പറ്റും, അടുക്കാൻ പറ്റുകയല്ല, എന്താ വായിന്ന് വരുന്നെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഭയപ്പെടേണ്ട കുറെ ആളുകൾ സഭയിൽ കണ്ടേക്കാം. ഈ ദയോ ആരാ സാറേ, ഒരു പ്രധാനിയാകാൻ പോയ ഒരുത്തനുണ്ടല്ലോ, ദയോത്രഫീമോസോ, അങ്ങനെ ഒരുത്തനുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ വലിയ ഭയമാ. പൗലോസിന്റെ ഭയം അതല്ല. എന്താ? കൊരിന്തിയ സഭയെ ഓർത്ത് ഭയപ്പെടുക. ക്രിസ്തു എന്ന ഏക പുരുഷനുമായി നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. എന്നാൽ ഞാനിപ്പോൾ ഭയപ്പെടുന്നു, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള നിർമ്മലത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർപ്പം എങ്ങനെയാ ഹവ്വായെ ചതിച്ചത്? എങ്ങനെയാ ചതിച്ചത്? ഈ ഉപദേശിമാര് പാപം പറഞ്ഞാൽ ഉടൻ ഏതൻ തോട്ടത്തിലോട്ടാ പോകുന്നത്. അത് സ്ഥിരം കേൾക്കുന്നല്ലേ. സർപ്പം എങ്ങനെയാ ഹവ്വായെ ചതിച്ചത്? അയ്യോ, അതെ, എനിക്കൊരു സംശയം ഞാൻ ചോദിക്കുകയാണ്. ഈ കർത്തൃമേശയുടെ ദിവസം ഒന്നും മിണ്ടുകാലെന്ന് വല്ലതും ഉള്ള ഒരു പ്രമാണമോ തീരുമാനമോ വല്ലതും? സർപ്പം ഉപായത്താൽ ചതിച്ചെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ വചനത്തോട് അനുസരണക്കേട് കാണിക്കത്തക്കവണ്ണമുള്ള ഉപായം അവൻ സ്വീകരിച്ചു. ഒന്നാമത് ചോദിച്ചു, ഇത് തിന്നരുതെന്ന് വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. വാസ്തവം എന്നുള്ള വാക്കിലാ ഹവ്വ കുഴഞ്ഞു പോയത്. അപ്പോൾ അവൾ ഒരു ഡോസ് കൂടെ കൂട്ടി പറഞ്ഞു, തിന്നരുതെന്നും പിന്നെ തൊടരുതെന്നും. അന്ന് കൂട്ടി പറയാൻ തുടങ്ങിയതാ ഈ നിങ്ങളല്ല, പെണ്ണുങ്ങള്. എന്തിനും ഒരല്പം കൂട്ടി പറയുന്നത്. അപ്പൊ അതാണ് വളരെ വളരെ തന്ത്രപൂർവമാണ്. അടുത്തത് പറയുന്നത് എന്നാന്നറിയാമോ? ദൈവം പറഞ്ഞ വചനത്തെ നേരെ തിരിച്ചു പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യല? മരിക്കുകയല്ല. പിന്നെ നിങ്ങൾ ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും. അതാണല്ലോ നമുക്ക് വേണ്ടത്. സൗന്ദര്യം എന്ത് ചെയ്യണം? വർദ്ധിക്കണം. തിരുമലയൊന്നും ഇല്ലായിരിക്കും, അതല്ലേ? കുഴപ്പമില്ല. അപ്പോ അന്ന് തുടങ്ങിയത് ഈ സൗന്ദര്യ വർധനവ്. ഇവക്ക് വലിയ ദൈവത്തെ പോലെ ആകുമെന്ന് കേട്ടപ്പോൾ എന്നാ പിന്നെ അങ്ങ് ആകാം. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, അവിടെ സർപ്പമെടുത്ത ഉപായം എന്ന് പറയുന്നത് ദൈവവചനത്തെ അവിശ്വസിപ്പിക്കാനും അതിനോട് അനുസരണക്കേട് കാണിക്കാനുമുള്ള തന്ത്രം ഈ സർപ്പമെടുത്തു. എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഇന്നും പാമ്പ് അല്ലെങ്കിൽ പിശാച് അത് തന്നെയാണ് സഭയോട് ചെയ്യുന്നത്. എന്താണ്? ദൈവവചനത്തോട് അനുസരണക്കേട് കാണിക്കാനും ദൈവവചനത്തെ ഉപേക്ഷിക്കാനുമുള്ള തന്ത്രം അവൻ നമ്മിലെടുക്കും. എന്തായിരുന്നു ഇവർക്കുള്ള തന്ത്രം? അതാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. 4-ാം വാക്യവും നോക്കിയേ. അതാണ് വഷളായി പോകുമോ എന്ന് ഭയപ്പെട്ടത്. ഒരുത്തൻ വന്നു ഞങ്ങൾ പ്രസംഗിക്കാത്ത
മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറെ ഒരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അതാ കാര്യം. ദൈവത്തിന്റെ വചനം വിട്ട് പോകാനുള്ള സാധ്യതകൾ, കുതന്ത്രങ്ങൾ, ഉപായങ്ങൾ ശത്രു അവിടെ കൊണ്ടുവരിക. അതിന് ചിലരെ ഉപയോഗിക്കുക. വേറെ മറ്റൊരു യേശുവിനെ, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്. 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഇത് 3ഉം വേറൊന്നാ. ഇവര് കേട്ട സുവിശേഷത്തിന് വിപരീതമായ വേറൊരു യേശുവിനെ കേൾപ്പിക്കുക, വേറൊരു സുവിശേഷം കേൾപ്പിക്കുക, വേറൊരു ആത്മാവിനെ കേൾപ്പിക്കുക. ഇന്നും അതുണ്ട്. വേറൊരു സുവിശേഷം കേൾപ്പിക്കുക. നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം നടക്കുന്നത് ആ ടൈപ്പ് സുവിശേഷമാണ്. അതുപോലെ വേറൊരു ആത്മാവ്, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവല്ല. അതുപോലെ വേറൊരു യേശു, ക്രൂശിക്കപ്പെട്ട യേശു അല്ല, അതിന് പകരമായിട്ടുള്ള യേശു. ഇതെല്ലാം ദൈവസഭയെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടു വഷളാക്കുന്ന തന്ത്രങ്ങളാണ് പിശാചിന്റെ. അങ്ങനെ വഷളായി പോകുമോ എന്നോർത്ത് പൗലോസ് ഭയപ്പെടുകയാണ്. ഇവിടെ ഞാന് ഒരു കാര്യം കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ എൽഡേഴ്സ് ഉണ്ടല്ലോ, ഉപദേഷ്ടാക്കന്മാരുണ്ടല്ലോ, നിങ്ങൾ പ്രത്യേകിച്ച് കരുതിക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ സഭകളിലൊക്കെ ഭയങ്കര കരച്ചില്. എന്നാ കരച്ചിലെന്നറിയാമോ? ചെറുപ്പക്കാരൊക്കെ മറ്റു പലയിടത്തും പൊക്കോണ്ടിരിക്കുക. അപ്പൊ തന്നെ ഈ പറയുന്നവർ ഓർക്കണം ആരാണ് അതിന്റെ കാരണക്കാരെന്ന്. ആരാണ് അതിന്റെ കാരണക്കാര്? ഇന്ന് ഉപദേശം ശരിയായി പഠിപ്പിക്കുന്ന എത്ര വീടുകളുണ്ട്, എത്ര ഭവനങ്ങളുണ്ട്, എത്ര സഭകളുണ്ട്. ഇന്ന് ഉപദേശത്തിന് വലിയ സ്ഥാനമൊന്നുമല്ല. ഞാനിങ്ങനെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അത് ഞാൻ ഒന്ന് വിവരിക്കാം. നിങ്ങൾ ഈ 2 കൊരിന്ത്യർ 12-ാം അധ്യായം ഒന്ന് എടുത്തേ. 12-ാം അധ്യായം. അവിടെ പൗലോസ് ഭയപ്പെടുന്ന മറ്റൊരു കാര്യം പറയുന്നുണ്ട്. 21-ാം വാക്യമാ. 12-ന്റെ-21 ഞാൻ തന്നെ വായിക്കാം. 2 കൊരിന്ത്യർ 12-ന്റെ-21. എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെ കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാ പൗലോസ് ഭയപ്പെടുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചേ മനസ്സിലായിട്ടുണ്ട്. ആ 3-ാം വാക്യത്തിലെ ഭയം ഉപദേശം വിട്ടു, വചനം വിട്ടുപോകുമോ എന്ന് ഭയപ്പെടുന്നു. ഈ 12-ാം അധ്യായം 21-ാമത്തെ ഭയമെന്ന് പറയുന്നത് ജീവിത അശുദ്ധിയിൽ നിന്ന് ഇവര് മടങ്ങി വരുമോ എന്ന് ഭയപ്പെടുന്നു. അതോ അതിൽ തുടരുകയാണോ ചെയ്യുന്നത്? എന്റെ വാത്സല്യ സഹോദരന്മാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, പ്രത്യേകിച്ച് എൽഡേഴ്സിനോട്. എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി പൗലോസ് പറഞ്ഞു, ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ എന്ത് ചെയ്തു കൊള്ളണം? എന്നാ ചെയ്യണമെന്ന്? സ്നേഹിക്കണമെന്ന്, സ്നേഹിച്ചു കൊള്ളണം, സൂക്ഷിച്ചു കൊള്ളണമെന്നാ. സൂക്ഷിക്കണം. എന്തിനാ ഈ ചില ഇടയന്മാര് സഭയിലിരുന്നു. ഇതിപ്പം ഞങ്ങളുടെ കോട്ടയത്തും സാറ് വന്നിട്ടുണ്ട്. കോട്ടയത്തും ഇതുപോലെ മൂപ്പനെ ഏതാ വിശ്വാസി അറിയത്തില്ല. ചിലയിടത്ത് കയറി ചെന്ന മൂപ്പനെ അറിയാം. അതിന് പ്രത്യേകമായ ഒരു കസേര, കളറും വേറെ ആയിരിക്കും ചിലയിടത്ത്. വിശ്വാസിക്കൊക്കെ ഇരിക്കാൻ ഇത് ഗ്രേ ആണെങ്കിൽ അവർക്ക് ഇരിക്കാൻ ചിലപ്പോൾ വെള്ളയായിരിക്കും. മനസ്സിലായി? അതിൽ നിന്ന് കസേര കൊണ്ട് മൂപ്പന്മാരെ അറിയാം. അവരിങ്ങനെ സൂക്ഷിക്കുക. എന്നാ സൂക്ഷിക്കുന്നത്? ആരൊക്കെയാണ് അപ്പം എടുക്കുന്നത്, ആരൊക്കെയാണ് അപ്പം എടുക്കാത്തത്. അത് സൂക്ഷിക്കുകയോ സൂക്ഷിക്കാതിരിക്കുക, അതിലൊന്നുമല്ല കാര്യം. വിശ്വാസി, സ്തോത്രം, ദൈവസഭയിലുള്ള വിശ്വാസി ഉപദേശത്തെ വിട്ടു പോകുന്നുണ്ടോ, ജീവിത വിശുദ്ധിയെ വിട്ടു പോകുന്നുണ്ടോ എന്ന് ഭയത്തോടുകൂടെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും സഭയുടെ എൽഡേഴ്സിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇത് രണ്ടും തുല്യമാ, ഉപദേശവും ജീവിതവും. ഞാൻ അത് സംബന്ധിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞ് അതും വിടാൻ പോവുകയാണ്. നമ്മുടെ ഇടയിൽ ഭയങ്കര വാദമാണ്. ഭയങ്കര വാദമാണ്. എന്നാ വാദം? ജീവിതം മതിയെന്ന് ഒരു കൂട്ടര്, പോരാ ഉപദേശം മതിയെന്ന് മറ്റൊരു കൂട്ടര്. നമ്മളെന്തോ പറയും? ഇത് രണ്ടും വേണം. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ പിതാക്കന്മാർ, എനിക്ക് എന്റെ പിതാവെന്ന് പറയാനില്ല, ഞാനാണ് ആദ്യ ഉപദേശത്തിലേക്ക് വേർപെട്ടു വന്നത്.
നിങ്ങളുടെയൊക്കെ പിതാക്കന്മാര് വലിയ വില കൊടുത്താണ് ഈ ഈ വേർപെട്ടു വന്നത്. എന്തിനു വേണ്ടിയാ വേർപെട്ടു വന്നത്? അതിന് മറുപടി ഇല്ലേ നിങ്ങൾക്ക്? എന്തിനാ വേർപെട്ടു വന്നത്? ഒറ്റ ചോദ്യമേ എനിക്കുള്ളൂ. ജീവിതം നോക്കി, ജീവിതമാണോ ഉപദേശമാണോ നമ്മുടെ പിതാക്കന്മാർക്ക് കഷ്ടപ്പാട് സഹിച്ച് വേർപെട്ടു വരാനിടയായത്? മിണ്ടത്തില്ലേ? തീരാൻ പോകുന്നു എന്നോർത്തെങ്കിലും, ഞാനല്ല, നമ്മുടെ ഈ യോഗം തീരാൻ പോകുന്നു എന്നോർത്തെങ്കിലും ഒന്ന് സന്തോഷത്തോടെ സംസാരിക്കുക. ഞാനൊരു വസ്തുത പറയാം. ഞാൻ ഒറിജിനൽ CSI കാരനാണ്. CSI എന്ന് പറഞ്ഞാൽ മധ്യ കേരള മഹാ ഇടവകയുടെ ഇടവകൾ എന്നൊക്കെ പറയുന്നത് വലിയ റിച്ച് ആളുകളാണ്. ഡോക്ടേഴ്സ്, എഞ്ചിനീയർ, അങ്ങനെയുള്ള മുൻ ഞങ്ങളുടെ മധ്യ കേരള മഹാ ഇടവകയുടെ തോമസ് കെ ഉമ്മൻ ബിഷപ്പ്, ഞങ്ങളെല്ലാം അയൽവാസിയാണ്. ഞങ്ങളെല്ലാം ഒരു പള്ളിയിലായിരുന്നു. ഞാൻ ആ പള്ളി വിട്ടാ വന്നത്, ഞാൻ ഒറ്റയ്ക്കാ വന്നത്, പള്ളി വിട്ടാ വന്നത്. എന്റെ ഒരു ചോദ്യം, ജീവിതം മാത്രം നോക്കിയാണെങ്കിൽ എനിക്ക് പള്ളി വിടണ്ട. എനിക്ക് പള്ളി വിടേണ്ടതേ. അവിടെ സിഗരറ്റ് വലിക്കാത്തവരുണ്ട്, സിനിമ കാണാത്തവരുണ്ട്, ബീഡി വലിക്കാത്തവരുണ്ട്, കള്ളു കുടിക്കാത്തവരുണ്ട്, ധാരാളം ഭക്തന്മാരുണ്ട്. പക്ഷെ ഈ പറഞ്ഞതൊക്കെ വേർപെട്ടു എന്ന് പറഞ്ഞ നമ്മുടെ ഈ ചിലവരൊക്കെ എന്നാ മിണ്ടാത്തത് ഉണ്ടെന്ന്. സമയം കിട്ടുമ്പോഴൊക്കെ സേവിക്കുകയും ചെയ്യും, സമയം കിട്ടുമ്പോഴൊക്കെ വലിക്കുകയും ചെയ്യും. പിന്നെ അങ്ങോട്ട് പോയി കാണത്തോ ഇല്ലെന്നേ ഉള്ളൂ. രാത്രി കിടന്നോണ്ട് പറയുന്നേ, നിങ്ങളെ കണ്ടിട്ട് അതൊന്നും തുറക്കാത്ത മട്ടിലാ ഇരിപ്പ്. എല്ലാം കാണും. അവര് സിനിമ കാണാത്തവരാ അനേകരെ എനിക്കറിയാം. ഇന്നും അങ്ങനെ തന്നെ വളരെ ഭക്തിയോടുകൂടെ ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ജീവിതം നോക്കിയാണെങ്കിൽ അവിടെ നിന്നാ മതി, ചാണ്ടപ്പിള്ളയ്ക്ക് അവിടെ നിന്നാ മതി. എന്നാൽ എന്തുകൊണ്ട് ആ വലിയ പള്ളിയും സൗകര്യവും വിട്ടിട്ട് ചാണ്ടപ്പിള്ള വേർപെട്ടു വന്നത്? ജീവിതം മാത്രം നോക്കിയതല്ല, വചനം നോക്കിയാണ് വന്നത്. ദൈവത്തിനു സ്തോത്രം. അതുകൊണ്ട് എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരും യുവതി യുവാക്കളും ഓർക്കേണ്ടത്, ഉപദേശവും ജീവിതവും തുല്യമായി നമ്മൾ കൊണ്ടുപോകണം. നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു പക്ഷിയുടെ 2 ചിറകുകൾ എന്ന വണ്ണം ഈ 2 കാര്യങ്ങളും ഒന്നിച്ചു പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ദൈവസഭകള് ആത്മീയമായ ഉയരത്തിലേക്ക് പോകുകയുള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഈ 2 കാര്യത്തിലും പെശക് വരാതിരിക്കാൻ വിശ്വാസികൾ എന്ത് ചെയ്യണം? അവരവരുടെ സ്ഥലം സഭയെ ഓർത്ത് ഭയത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ഭയത്തോടുകൂടെ പ്രാർത്ഥിക്കണം. കർത്താവ് സഹായിക്കട്ടെ. ഇനി 3ാമത്തെ വിഷയത്തിലേക്ക് വേഗത്തിൽ വരാം. 3ാമത് അദ്ദേഹത്തിന് സഭയോടുള്ള ബന്ധത്തിലെ താല്പര്യം എന്താണ്? 7ാം വാക്യം. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തുവോ? അപ്പോൾ ഇവിടെ എന്താ കാണുന്നത്? പൗലോസിന് സഭയോടുള്ള താല്പര്യം പറയുക, സഭയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുക? താഴ്ത്തുക. അതെന്തിനാ താഴ്ത്തുന്നത്? നിങ്ങൾ ഉയരണം, സഭ ഉയരണം. സഭ ഉയരാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുക? താഴ്ത്തുക. ഇന്ന് അങ്ങനെയാണോ? ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ആങ്ങളെ എത്താനും വേണ്ടിയില്ല നാത്തൂന്റെ കണ്ണുനീര് കാണണം. ആങ്ങളെ എത്താനും വേണ്ടിയില്ല, സഭയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടിയില്ല, ഞാൻ പിടിച്ചിടം ജയിക്കണം. ചെല്ലു പറയാറുണ്ട്, എന്റെ ജന്മത്തിൽ ഞാൻ ഇതുവരെ ആരോടും ക്ഷമ ചോദിച്ചിട്ടില്ല. ഇത് കേട്ടാ തോന്നുന്നു ഈ പുള്ളിക്ക് 5 കിരീടം ഉണ്ടെന്നാ ബ്രദറുകാര് പഠിപ്പിക്കുന്നത്. ഈ പുള്ളിക്കൊക്കെ വേണ്ടി, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ 6ാമതൊരു തങ്കക്കിരീടം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോനിങ്ങി വാ. എന്നാ കർത്താവേ, നീ ഇതുവരെ ആരോടും ഒന്നിനും ക്ഷമ ചോദിച്ചിട്ടില്ല, ഈ നിന്റെ തലയില് ഇരിക്കട്ടെ. അങ്ങനെയില്ല. എന്റെ ദൈവമേ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്റെ സഹോദര, എന്റെ കുറവ് നിമിത്തമാണോ നീ കർത്താവിന്റെ മേശയിൽ സംബന്ധിക്കാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞ വാക്കാണോ നിന്നെ സഭയിലേക്ക് കൊണ്ടുവരാൻ തടസ്സമായിരിക്കുന്നത്? എന്റെ പെരുമാറ്റമാണോ നീ ഒരു വാക്കുപോലും സഭയിൽ വന്ന് മിണ്ടാതെ എഴുന്നേറ്റ് പോകുന്നത്? എന്റെ ഒരു വർത്തമാനമാണോ നിന്നെ ആത്മീയമായി മുരടിപ്പിച്ചത്? എന്റെ പൊന്നു സഹോദര, കർത്താവിന്റെ നാമത്തില് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നെങ്കിൽ ദൈവസഭയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നാം നമ്മെ തന്നെ താഴ്ത്തുകയാണ്, വിനയപ്പെടുത്തുകയാണ്. ഞാൻ വലിയ പുസ്തകമൊന്നും വായിക്കുന്ന ആളല്ല, എന്നാൽ അല്പ സ്വല്പമൊക്കെ വായിക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം സാറേ ഡിസൈപ്പിൾഷിപ്പിന്റെ ഒരു പുസ്തകം വില്യം മാക്ഡൊണാൾഡ് ഞാനൊന്ന് വായിച്ചു. അതിൽ എന്നെ കരയിപ്പിച്ച ഒരു സെന്റൻസ്, അതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഒരു സംഭവം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ സംഭവം എന്നാന്ന് ചോദിച്ചാൽ,
അദ്ദേഹമാണോ നമ്മുടെ VHP ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഇവരുടെ രണ്ടിന്റെ പുസ്തകമാണ് ഈ കഴിഞ്ഞിടെ വായിച്ചത്. ഓക്കെ, ആരെങ്കിലും ആയിക്കോട്ടെ, സംഭവം നേരെ പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. അപ്പൊ വിഷയം ഇതാണ്, ബില്ലി ഗ്രഹാം ഒരു യാത്ര നടത്തുക. ഇങ്ങനെ യാത്ര നടത്തിയപ്പോൾ ബില്ലി ഗ്രഹാമിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. വേറൊരു മിഷണറി, അറിയപ്പെടാത്ത ഒരാള് പുള്ളിയുടെ അടുത്ത് അതിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മനുഷ്യന് മനസ്സിലായി ഇത് ബില്ലി ഗ്രഹാമാണ്. ബില്ലി ഗ്രഹാമിന്റെ അടുത്ത് പോയി പരിചയപ്പെട്ടു. വലിയ സന്തോഷമായി, കാണാനൊത്തല്ലോ ഈ മനുഷ്യൻ. ചുരുക്കത്തിൽ ഇവര് തമ്മിലുള്ള സംഭാഷണം പ്രവർത്തികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഒടുവില് ഇറങ്ങാറായപ്പോൾ ബില്ലി ഗ്രഹാം ഇദ്ദേഹത്തോട് പറയും, ഇദ്ദേഹം ബില്ലി ഗ്രഹാമിനോടല്ല, ബില്ലി ഗ്രഹാം ഈ മിഷണറിയോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അയാൾ ചോദിച്ചു, ബില്ലി ഗ്രഹാം അല്ല, അപ്പൊ മറ്റേ മിഷണറി ചോദിച്ചു, അയ്യോ ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ പിന്നെയും ചോദിച്ചേ, എന്തിനു വേണ്ടിയാ ഞാന് പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ ഇദ്ദേഹം വിചാരിച്ചത് എന്താണെന്നറിയാം, ഇന്നൊരു ശുശ്രൂഷയ്ക്ക് പോവും, അതിനുള്ള കൃപ കിട്ടേണ്ടതിന് വേണ്ടിയായിരിക്കും ഈ പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ എങ്ങനെയാണല്ലോ പോകുന്നല്ലേ, ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ വിളിച്ചു, വൈകിട്ടോ കേട്ടോ പ്രാർത്ഥിച്ചോണം, നമുക്കതാണ് 4 പേരുടെ ഇടയിലൊന്ന്. അപ്പോ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനു വേണ്ടിയാ? നമ്മുടെ ചങ്ക് കലക്കുന്ന വർത്തമാനമാണ്. ബില്ലി ഗ്രഹാം പറയുക, ഞാൻ വിനയമുള്ളവനായി ജീവിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരട്ടെ. സഹോദര മിഷണറി, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ വിനയമുള്ളവനായിരിക്കാൻ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓ, എന്തൊരു കാഴ്ചപ്പാടാ ഇതൊക്കെ! ഞാൻ എന്നെ മിക്കവാറും പൊട്ടാന്നാ വിളിക്കുന്നത്. ഞാൻ അത് തന്നെയാ. ഞാൻ ചിലപ്പോ പറയും, പൊട്ടാ, നീ എന്നാ വലിയ ഗമയെടുക്കുന്നത്? നിനക്കെന്താടാ യോഗ്യത ഇങ്ങനെ ജനമധ്യയെ നിൽക്കാൻ, ഈ പോഡിയത്തിൽ നിൽക്കാൻ, തിരുമല വന്നു പ്രസംഗിക്കാൻ, വചനം പറയാൻ? നിനക്കെന്താടാ യോഗ്യത? നിനക്കെന്താ യോഗ്യത? ഇനിയും വേണ്ട, നമുക്കെന്നാ യോഗ്യത? എന്തുമാത്രം വിനയമുള്ളവരാകണം പ്രിയപ്പെട്ടവരെ, വിനയമുള്ളവരാകണം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞങ്ങ് വിടുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പണമോ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജോലിയോ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിദ്യാഭ്യാസമോ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചുറ്റുപാടോ നമ്മളെ അഹങ്കാരികളാക്കി മാറ്റരുത്. നമ്മളെ അഹങ്കാരികളാക്കി മാറ്റരുത്. ദൈവം വെറുക്കുന്ന പാപമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. മറ്റേതിനൊക്കെ നല്ല ശിക്ഷ കിട്ടും കേട്ടോ. ഞാൻ പാപത്തെ ശിക്ഷിക്കാതെ വിടുകയില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ദൈവം വെറുക്കുന്നു എന്ന് പറയുന്ന ഒരു പാപമുണ്ട്. എന്തോ കൊള്ളാവുന്നതൊന്നും മനസ്സിലാക്കി വെക്കരുത്. മനസ്സിലായില്ലേ? ദൈവം വെറുക്കുന്ന പാപം, നിഗളികളോട് ഞാൻ എതിർത്ത് നിൽക്കുന്നു. മനസ്സിലായില്ലേ? മറ്റേ പാപങ്ങൾക്ക് ദൈവം ശിക്ഷ കൊടുക്കും, നല്ല അടി കൊടുക്കും. ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. പക്ഷേ ദൈവം എതിർത്ത് നിൽക്കുന്ന ഒരു പാപമാണ് അഹങ്കാരം കാണിക്കുക എന്ന് പറയുന്നത്, നിഗളികളായി മാറുന്നത്. അതാണ് ലൂസിഫറിന് വന്ന വലിയ പരിതാപകരമായ അവസ്ഥ. അതുകൊണ്ട് വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഇന്ന് പകലിൽ ഒരു തീരുമാനമെടുക്കണം. എന്താണെന്നറിയാമോ? കർത്താവേ, എന്റെ നിഗളം നിമിത്തം, എന്റെ പെരുമാറ്റം നിമിത്തം, എന്റെ സംസാരം നിമിത്തം, എന്റെ ഇടപാട് നിമിത്തം ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലെ വിശ്വാസികൾ ആത്മീയമായി താണുപോകാനിടയാകരുത്. ആത്മീയമായി അവർ മുരടിച്ചു പോകാനിടയാകരുത്. കർത്താവേ, അവരാത്മീയമായിട്ട് ഉയരണം. ഉയരേണ്ടതിന് നാം നമ്മെ തന്നെ എന്ത് ചെയ്യണം? താഴ്ത്തണം. ഏറ്റവും ഒടുവിലായി കണ്ടോ, സമയം പാലിക്കുന്ന പാലനം കണ്ടോ? കറക്റ്റ്. ഇനിയും 11-ാം അധ്യായം 28-ാം വാക്യം. അവിടെ എന്താ, ഒരുപാട് അദ്ദേഹം അനുഭവിച്ച കഷ്ടതകളൊക്കെ പറയുക. എന്നിട്ട് 28 ആരംഭിക്കുന്നത്, എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്ക്. ഇംഗ്ലീഷിൽ ബിസി എന്നോ വല്ലോ ആണോ? അല്ല, ആണോ? ഇംഗ്ലീഷ് ബൈബിള് കയ്യിലുള്ളവർ ആണോ? ഇംഗ്ലീഷിൽ ആ തിരക്കിന് എന്തോ വാക്ക് കൊടുത്തിരിക്കുന്നത്? ഭാരം അല്ലേ? ബേർഡൻ. അത് ചിന്താഭാരം. എന്നാൽ അങ്ങനെ ഒടുവിൽ അവസാനിപ്പിക്കുന്നു മലയാളത്തിൽ. ആ ചിന്താഭാരം എന്താ? അങ്ങേർക്ക് ഒരു തിരക്ക, ഒരു തിരക്കാണ് അങ്ങേർക്ക്. എന്തോ നമുക്കും എന്തുണ്ട്? ഭയങ്കര തിരക്ക.
എന്നാ ബ്രദറെ ഇന്ന് ക്ലാസ്സിന് കണ്ടില്ലല്ലോ ബൈബിൾ. അയ്യോ എന്റെ പൊന്നു ബ്രദറെ, ഞാൻ അല്പം ബിസി ആയിപ്പോയി, ഭയങ്കര ബിസി, ഭയങ്കര തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് വരാഞ്ഞ്. പിന്നെ വേറെ ചില ആളുകളുണ്ട്, ഈ എല്ലാം സഭക്കാർക്കും കൊടുക്കും, നല്ല മനസ്സാണ് അവർക്ക്, സഭക്കാർക്ക് കൊടുക്കും അവര്, നല്ല മനസ്സാ. അതെങ്ങനെയാ കൊടുക്കുന്നത്? ബ്രദറെ ഇന്ന് ബൈബിൾ ക്ലാസ്സിന് വരേണ്ടതല്ലേ? എന്റെ പൊന്നു ബ്രദറെ, ഇന്ന് എനിക്ക് ഒഴിക്കാൻ വയ്യാത്ത, ഉപേക്ഷിക്കാനാവാത്ത ഒരു ബന്ധപ്പാടുണ്ട്. ഒരു കാര്യം ചെയ്യ, നിങ്ങളെല്ലാവരും കൂടെ എന്തൊരു മനസ്സായി പുള്ളിക്ക്, നിങ്ങളെല്ലാവരും കൂടെ. ബ്രദറെ ഇന്നൊരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടല്ലോ, സഹോദരി അല്ല ഇനി സഹോദരി, ഇന്നൊരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. അയ്യോ എനിക്ക് വരണമെന്ന് 100 താല്പര്യമായിരുന്നു, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു തിരക്ക് വന്നു. ഒരു കാര്യം ചെയ്യ, ഇന്നത്തേക്ക് നിങ്ങൾ എല്ലാവരും കൂടെ നല്ല മനസ്സാ എല്ലാവർക്കും കൊടുക്കുക. എന്നാ തിരിച്ച് സഹോദരന്മാരെ, എൻ്റെ കയ്യിൽ ഒരു 15 ലക്ഷം രൂപയുണ്ട്. എനിക്ക് വളരെ തിരക്കായതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യ, നിങ്ങളെല്ലാവരും കൂടെ ഇതങ്ങ് എടുക്കുക, നിർത്തുക. ഹല്ലേലൂയ. ഈ വലിയ മനുഷ്യൻ, ഞാൻ ചിലപ്പോ പറയും, മനുഷ്യന്റെ പേര് പോലും പറയാൻ ഈ പൊട്ടൻ ചാണ്ടപ്പിള്ളയ്ക്ക് യോഗ്യതയില്ല. അയാൾ ആരാ? ക്രൈസ്തവ സഭ യേശു കഴിഞ്ഞാൽ കടംപെട്ടിരിക്കുന്നത് മുഴുവൻ ഇദ്ദേഹത്തിന്. അദ്ദേഹം പറയുക, ഞാൻ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചു, അസാധാരണ കഷ്ടപ്പാട് ഞാൻ സഹിച്ചു. ഇതൊന്നും കൂടാതെ ദിവസേന വല്ലപ്പോഴുമല്ല, ദിവസേന ഒരു സഭയെ കുറിച്ചല്ല, സർവ സഭകളെ കുറിച്ചുമുള്ള ചിന്താഭാരം എനിക്കുണ്ട്. ഉണ്ടോ നമുക്ക്? ഇനി തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ സഭകളെ കുറിച്ചും ചിന്താഭാരം ഇല്ലെങ്കിലും കുറഞ്ഞപക്ഷം ഈ തിരുമലയിലെ സഭയെ കുറിച്ച് ചിന്താഭാരമുള്ള എത്ര യുവതികൾ, എത്ര യുവാക്കൾ, എത്ര സഹോദരി സഹോദരന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ കർത്തൃമേശയ്ക്ക് എഴുന്നേറ്റ് ധ്യാനം നടത്തുന്നു എന്നല്ല ഞാൻ ചോദിച്ചത്, മനസ്സിലായില്ലേ? ഇവിടെ ആക്റ്റീവായി ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടല്ല ഞാൻ ചോദിച്ചത്. ഈ സഭ എന്ന് പറഞ്ഞാലുള്ള ചിന്താഭാരം എങ്ങനെയുണ്ട്? സ്തോത്രം. യെരൂശലേമേ, ഞാൻ നിന്നെ മറക്കുന്നെങ്കിൽ എന്റെ വലം കൈ മറന്നു പോകട്ടെ. യെരൂശലേമിനോടുള്ള താല്പര്യം നിർത്തട്ടെ. അതുകൊണ്ട് നമ്മുടെ കൺസേൺ ദൈവസഭയായിരിക്കണം. മറ്റെല്ലാം ഇവിടം കൊണ്ട് തീരുമെന്നേ, മറ്റെല്ലാം ഇവിടം കൊണ്ടങ്ങ് തീരും. എന്റെ കയ്യിലുള്ളതും നിങ്ങളുടെ കയ്യിലുള്ളതും ഒന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല. പറ്റുമോ? അല്ല പറ്റുമോ? ഉണ്ടോ? പറ്റുമോ? ചിലയിടത്താണെങ്കിൽ നല്ലൊരു വസ്ത്രം പോലും തന്ന്, അയ്യോ അത് കൊടുക്കണ്ട, അത് അമ്മ കഴിഞ്ഞിടെ 15,000 രൂപയ്ക്ക് വാങ്ങിച്ച സാരിയാ, അതിനേക്കാൾ താങ്ങുന്നത് ഇവിടെ ഇരിപ്പുണ്ട്, ഈ 15 ഇങ്ങോട്ട് കുഴിക്കകത്ത് വെക്കാൻ, ഇതെന്നാത്തിനാന്ന് പറഞ്ഞ് പഴയത് വല്ലതും കൊണ്ടേ കൊടുക്കും. പിന്നെ എല്ലാവരും തന്നുവിടുന്ന ഒരു സാധനം കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ പ്രസംഗത്തിൽ കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും തന്നുവിടും, നമുക്കെല്ലാം മക്കളെല്ലാം തന്നുവിടുന്ന ഒരു സാധനമാണ് ഇത്. ഇത് തന്നുവിടുമെന്നേ, ഇതവിടെ വെച്ചേക്കില്ല. കാര്യം ഇത് അവിടെ ഇരുന്ന ബാധ്യതയാ അവിടെ ഇരുന്ന. അല്ല എല്ലാവർക്കും ഈ കണ്ണോ വെച്ചു കൊടുക്കും. എന്നാ നമുക്ക് തോന്നുന്നു ഇത് വേറെ പുസ്തകം കുഴി ചെന്ന് വായിക്കാൻ കഴിയും. ദൈവം നമ്മോട് സംസാരിച്ചുവെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കൺസേൺ എന്താ? നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഭയങ്കര ഭാരമല്ലേ? അതുങ്ങളുടെ പഠിത്തം, അതുങ്ങളുടെ വളർച്ച, അതുങ്ങളുടെ ജോലി, അതുങ്ങളുടെ ശമ്പളം ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ എന്റെ പൊന്നു സഹോദരന്മാരെ, നെഞ്ചുകീറി ഞാൻ ചോദിക്കുക, ആ ചിന്താഭാരത്തിന്റെ ഒരു 4-1 ഈ സഭയെ കുറിച്ച് നമുക്കുണ്ടോ? ഈ സഭയെ കുറിച്ച് ദൈവം നമ്മെ സഹായിക്കട്ടെ. സഭയ്ക്ക് വേണ്ടിയുള്ള എരിവ്, സഭയെ ഓർത്തുള്ള ഭയം, സഭയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള താഴ്മ, സഭയെക്കുറിച്ചുള്ള ചിന്താഭാരം, ഇത് നിലനിൽക്കട്ടെ. ആ സഭയ്ക്ക് വേണ്ടി യേശു വേഗം വരാൻ പോകുകയാണ്. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ നിന്ന് നമ്മൾ
അന്നാണറിയൂ വരൂ